ഐക്യരാഷ്ട്രസഭയുടെ ആണവ ഏജൻസിയായ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ നിലപാടുകളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായി തകർന്നെന്ന വാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും രംഗത്തെത്തി. ഇറാന്റെ മറിച്ചുള്ള വാദങ്ങളെ ട്രംപ് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ഇറാനിനെ ഒരിക്കലും ആണവായുധം നിർമ്മിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കി. 2015 ലോകശക്തികളുമായി ഇറാൻ ഒപ്പുവെച്ച സംയുക്ത സമഗ്ര കർമ്മ പദ്ധതി അഥവാ ഇറാൻ ആണവ കരാർ ട്രംപിന്റെ നിലപാടുകളുമായി ബന്ധപ്പെട്ട് പ്രധാനമാണ്. ഇറാന്റെ ആണവ പദ്ധതിക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും അതിനു പകരമായി ഇറാനുമേൽ ഏർപ്പെടുത്തിയിരുന്ന ഉപരോധങ്ങൾ നീക്കം ചെയ്യുകയുമായിരുന്നു ഈ കരാറിന്റെ പ്രധാന ലക്ഷ്യം. അമേരിക്ക, റഷ്യ, ചൈന, ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെട്ട P5+1 ഗ്രൂപ്പാണ് ഇറാനുമായി ഈ കരാറിൽ ഒപ്പിട്ടത്. എന്നാൽ 2018 ഡൊണാൾഡ് ട്രംപ് അമേരിക്കയെ ഈ കരാറിൽ നിന്നും ഏകപക്ഷീയമായി പിൻവലിച്ചു. ഇറാൻ കരാർ വ്യവസ്ഥകൾ പാലിക്കുന്നില്ലെന്നും ഇത് ഇറാന്റെ ആണവായുധ നിർമ്മാണ ശ്രമങ്ങൾക്ക് തടയിടുന്നില്ലെന്നും ട്രംപ് വാദിച്ചു.